ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. രണ്ടാമത്തെ യൂണിറ്റ് മലയാള പാഠപുസ്തകത്തിലെ തോൽക്കാൻ മനസ്സില്ല എന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന ഒരു ചെറിയ കഥാഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ലിസൺ. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ. ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ചു കളിക്കുന്ന സ്റ്റേജ്. കാറ്റിൻ്റെ അലകളിലേറി മധുര സംഗീതം ഹാളിനകത്ത് ഒഴുകി വഴിയുന്നു. നർത്തകരാരാണ്, കാണികൾ ആരാണ് എന്ന് വേർതിരിക്കാനാവില്ല. കാറ്റത്തുലയുന്ന പൂമരങ്ങളെപ്പോലെ സകലരും ചുവടുവെച്ച് ആടുകയാണ്. പല വർണ്ണങ്ങളിൽ പുഞ്ചിരി പൊഴിക്കുന്ന വൈദ്യുത വിളക്കുകൾ പോലും അതിൽ പങ്കുചേരുന്നു എന്ന് തോന്നും. പെട്ടെന്നാണത് സംഭവിച്ചത്. ബ്രേക്കിട്ടതുപോലെ കൊട്ടും പാട്ടും നിലച്ചു. സംഗതി മറ്റൊന്നുമല്ല, സ്റ്റീഫൻ വീണ്ടും കുഴഞ്ഞു വീണിരിക്കുന്നു. കൂട്ടുകാരെല്ലാം ചേർന്ന് സ്റ്റീഫനെ സാവകാശം എഴുന്നേറ്റിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഏറെ നേരത്തെ ശ്രമം വേണ്ടി വന്നു അതിന്. ഇതിപ്പോൾ തുടരെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വഞ്ചി തുഴയുന്നതിനിടയിലും സ്റ്റീഫൻ കുഴഞ്ഞു വീണിരുന്നു. ഇപ്പോൾ അവന് സംസാരശേഷിയും നഷ്ടമാകുന്നുണ്ട്. 21 വയസ്സ് മാത്രം പ്രായമായ ഒരു ചെറുപ്പക്കാരൻ. അവനിങ്ങനെ ഇടയ്ക്കിടെ കുഴഞ്ഞു വീഴാൻ കാരണമെന്താവും? നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി. സ്റ്റീഫന് ഇനി ഏറെയൊന്നും ജീവിക്കാനാവില്ല. ഏറിയാൽ 2 വർഷം മാത്രം. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വെളിച്ചം കെട്ടുപോയിരുന്നു. പതുക്കെ ശരീരത്തിൻ്റെ ചലനമറ്റുപോകും. സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞു തീരെയില്ലാതെയാവും. മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളാകെ ക്ഷീണിച്ചു പോകുന്നതാണ് അസുഖം, അപൂർവമായ രോഗം. പൂമ്പാറ്റ ചിറകുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനിതാ മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് പറന്നടുക്കുകയാണ്. 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് പിറന്ന കുഞ്ഞ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സ്നേഹധനനായ പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ്, വാത്സല്യനിധിയായ മാതാവ് ഇസബൽ ഹോക്കിംഗ്. വലിയ സമ്പന്നരല്ലെങ്കിലും മകനെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ മോഹിച്ച അച്ഛനമ്മമാർ. ഗണിതത്തിലും സയൻസിലും കുട്ടിക്കുള്ള താൽപ്പര്യത്തെ പിന്തുണയ്ക്കുന്നതിൽ അവർ കാണിച്ച ഉത്സാഹം. സ്കൂളിലെ കൂട്ടുകാരും കളികളും കോളേജിലെ പഠനവും വിനോദവും എല്ലാം കൈവിടുകയാണ്. ആരും തളർന്നു പോകുന്ന നിമിഷം. എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല. 8ാം ക്ലാസ്സിൽ ആരും തളർന്നു പോകുന്ന നിമിഷം. എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല. 8ാം ക്ലാസ്സിൽ പാഠങ്ങൾ പോലും നന്നായി വായിക്കാൻ കഴിയാതിരുന്ന അവൻ സ്വന്തം പരിശ്രമം കൊണ്ട് കോളേജ് പഠനം വരെ മുന്നേറി വന്നതാണ്. മരണത്തിലേക്ക് തന്നെ വലിച്ചുകൊണ്ടുപോകുന്ന മാരക രോഗത്തോട് മല്ലടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. തോറ്റുകൊടുക്കാതെ തുടർന്നും 5½ പതിറ്റാണ്ട് ജീവിച്ചു. വെറുതെ അങ്ങ് ജീവിക്കുകയല്ല, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറി തന്നെ ജീവിച്ചു. ഇന്നേ വരെ ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞരുടെ മുൻനിരയിൽ തന്നെ. പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതി. യന്ത്രങ്ങളുടെ സഹായത്തോടെ ആയിരക്കണക്കിന് ആളുകളുമായി സംസാരിച്ചു. അധികമൊന്നും ശരീരം ഇളക്കാനാവാതെ വീൽചെയറിൽ ഇരുന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞും എഴുതിയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയും ആ വിസ്മയ ജീവിതം 76 കൊല്ലം തുടർന്നു. ലോകത്തിൻ്റെ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങി. ഏവർക്കും വെളിച്ചം പകർന്നുകൊണ്ട് തന്നെ. 2018 മാർച്ച് 14 മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തും മുൻപേ അദ്ദേഹം മരണത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഒന്നും ഒറ്റയ്ക്കായിരുന്നില്ല. എന്തിനും ഏതിനും അച്ഛനമ്മമാർ ഒപ്പം നിന്നു. കോളേജ് പഠനകാലത്തെ കൂട്ടുകാരിയായ ജെയിൻ വൈൽഡ് മാറാരോഗമുണ്ടെന്നറിഞ്ഞിട്ടും ജീവിത പങ്കാളിയായി കൂടെ നിന്നു. അവരുടെ കൂട്ടുജീവിതത്തിൽ പിറന്ന 3 മക്കൾ. അവരടക്കം അനേകരുടെ കനിവും കരുതലുമാണ് തന്നെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കാറുണ്ടായിരുന്നു. നാം എല്ലാം വ്യത്യസ്തരാണ്, പക്ഷേ നാം എല്ലാം മനുഷ്യരാണ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്യം സ്വന്തം ജീവിതത്തിൽ നിന്നു തന്നെ മുളച്ചു വന്നതാകും. മരണത്തിൻ്റെ മണം പരത്തുന്ന രോഗത്തെ പഠനത്തിൽ ആണ്ടുമുങ്ങിയാണ് അദ്ദേഹം മറികടന്നത്. പഠിക്കുക, ഇനിയും പഠിക്കുക, ഇനിയും ആഴത്തിൽ പഠിക്കുക. അതായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച വഴി.
സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക. ജീവിതം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. കൂട്ടുകാരെ നോക്കൂ, സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ശാസ്ത്രജ്ഞൻ്റെ ഒരു ജീവിത കഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന് ഏത് വയസ്സ് മുതലാണ് രോഗം വന്നു തുടങ്ങിയതെന്നും ആ ഒരു രോഗാവസ്ഥയിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്തു, എങ്ങനെയാണ് മുന്നിലേക്ക് വന്നത് എന്നും എങ്ങനെ രോഗത്തെ തോൽപ്പിച്ചു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇതിനകത്ത് കേൾക്കാൻ പറ്റി അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു തോൽക്കാൻ മനസ്സില്ല. അതായിരുന്നു നമ്മുടെ ആ സെക്ഷൻ്റെ ഒരു പേരായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, മുന്നേറിക്കൊണ്ടേയിരിക്കണം. ഇത് തന്നെയാണ് നമ്മൾ ഇനിയും മുന്നോട്ട് എന്ന യൂണിറ്റ് തുടങ്ങുമ്പോൾ തൊട്ട് ഇപ്പോൾ ഈ ലാസ്റ്റിലെ ഈ ഭാഗത്തെത്തിയപ്പോൾ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മെ പുറകോട്ട് വലിച്ചാലും അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മുന്നിലേക്ക്, അല്ലെങ്കിൽ ജീവിതം പിന്നെയും പിന്നെയും മുന്നിലേക്ക് കൊണ്ടുപോവേണ്ടതുണ്ട്. ഒരു ജീവിതാവസ്ഥയും നമ്മളെ മോശമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. ഇത് ഒരെണ്ണം ഇല്ലെങ്കിൽ വേറൊരെണ്ണം എനിക്കായിട്ടുണ്ട് എന്നുള്ള ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാറ്റിനെയും പോസിറ്റീവായി എടുത്ത് മുന്നിലേക്ക് തന്നെ പോകണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങളിലേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ചു കളിക്കുന്ന സ്റ്റേജ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ ഒരു വാക്യം കേട്ടപ്പോൾ കൂട്ടുകാർക്ക് തോന്നിയത്? ഇരുട്ടും വെളിച്ചവും ഓടിക്കളിക്കുന്ന സ്റ്റേജ്, അങ്ങനെ ഒരു സ്റ്റേജ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം എഴുതുന്നത് ഇതാ ഇങ്ങനെയാണ്. ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയാണ് ഇവിടെ ഇരുട്ടും വെളിച്ചവും ഓടിക്കളിക്കുന്ന സ്റ്റേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും കടന്നു വരുന്നത് വളരെ പെട്ടെന്നാണ്. പ്രയാസങ്ങളെ തരണം ചെയ്യുന്നവർ മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുകയുള്ളൂ. ഇത് നിങ്ങളുടെ ഈ ഒരു പാഠം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണല്ലേ, സ്റ്റീഫൻ ഹോക്കിംഗ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കീഴടക്കിയത് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക, നാം വെറുതെ മേൽപോട്ട് നോക്കണമെന്നാണോ ഇതിനർത്ഥം? ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സ്വയം രൂപപ്പെടുത്തൂ, സ്വന്തം രചനകളിൽ പ്രയോഗിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക എന്ന് പറഞ്ഞാൽ? നക്ഷത്രം ആകാശത്തുണ്ട്, നമ്മളെല്ലാവരും ഉയരത്തിലേക്ക് നോക്കി അത് കാണണമെന്നാണോ? അല്ല. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. ഇപ്പം നിങ്ങളെല്ലാവരും 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. ഇനി ആരും 3ാം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വപ്നം കാണുമോ? ഇല്ല. നമ്മൾ സ്വപ്നം കാണുന്നത് എന്താണ്? LSS എക്സാമൊക്കെ എഴുതണം, 5ാം ക്ലാസ്സിലേക്ക് നല്ല മിടുക്കനും മിടുക്കിയുമായിട്ട് എന്ത് ചെയ്യണം, പോകണം എന്നുള്ള ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ 4ൽ നിന്ന് 4നേക്കാൾ വലുതായ 5ാം ക്ലാസ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വപ്നങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തകൾ കൊണ്ടുപോകുന്നത്. ഇനി ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നമ്മുടെ പാഠഭാഗത്തുണ്ട്. അതിലെ ഒരു 4 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മരണത്തിൻ്റെ മണം പരത്തുന്ന രോഗം അല്ലേ, അതുപോലെ സിനിമ കാഴ്ച പോലെ അയാളിൽ മിന്നിമറിഞ്ഞു, ബ്രേക്ക് ഇട്ടതുപോലെ കൊട്ടും പാട്ടും നിലച്ചു, ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ച് കളിക്കുന്ന സ്റ്റേജ്. ഈ 4ാമത്തത് നമ്മുടെ 1ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രയോഗങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ നോട്ട് പുസ്തകത്തിൽ ഉത്തരങ്ങൾ എഴുതുമ്പോൾ കൂട്ടിച്ചേർത്ത് എഴുതുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചെറിയൊരു പാഠഭാഗവും അതിൻ്റെ ചോദ്യോത്തരങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യാനുള്ളത് ഒരു ചെറിയ കവിത കൂടിയാണ്. അതോടുകൂടി 2ാമത്തെ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.